അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒതോടുകൂടെ ബാങ്ക് വിളിക്കുക എന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഒതോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബാങ്ക് വിളിക്കുന്നത് നിർത്തി വീണ്ടും ഒതോ പുതുക്കി വന്ന് ബാങ്ക് വിളിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ ഒതോ പുതുക്കി വന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളി ആദ്യം മുതൽ വീണ്ടും തുടങ്ങി പൂർത്തിയാക്കണോ, അതല്ല നമ്മൾ ഏത് സമയത്താണോ ഒതോ പോയത് അത് മുതൽ ബാക്കി ബാങ്ക് വിളിച്ചാൽ മതിയാവും? അതൊന്ന് വിശദീകരിക്കും. ബാങ്കിനിക്ക് വുളൂ അതിപ്രധാനമായൊരു സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ വുളൂയോടുകൂടെ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിമഹത്തായൊരു സുന്നത്തായൊരു കർമ്മമാണ്. മാത്രമല്ല, ഈ ജമാഅത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് വിളിക്കുന്ന ആളുകളൊക്കെ വളരെ ഗൗരവമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ക്ലാസ് എടുത്തൊക്കെ ഉണ്ട്, കേട്ടാൽ ഉപകരിക്കും. അപ്പം ഇനി വുളൂയോടുകൂടെ ഒരാൾ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് വുളൂ നഷ്ടപ്പെട്ടു പോയാൽ, അതിപ്പം വുളൂ നഷ്ടപ്പെടാൻ ചെറിയ ശുദ്ധിയായാലും വേണ്ടില്ല, വലിയ ശുദ്ധിയായാലും വേണ്ടില്ല, എങ്ങനെയാണെങ്കിലും ആ ബാങ്ക് തുടരുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ വുളൂ എടുക്കാൻ വേണ്ടി പോവുക എന്നിട്ട് പിന്നെ ബാക്കി അങ്ങനെയല്ല, നേരെ മറിച്ച് ആ ബാങ്ക് ഞങ്ങൾ തുടരുക. കാരണം നമ്മൾ എടുത്തു വെച്ച പണി പൂർത്തിയാക്കുക എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വുളൂ ഉണ്ടല്ലോ, അപ്പം അത് മതി, അത് തന്നെ മതിയാകും, അപ്പോൾ പൂർത്തിയാക്കിയാൽ മതി. എങ്ങാനും ഒരാൾ നിർത്തിവെച്ചുകൊണ്ട് വുളൂ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കൊടുത്താൽ മതി. കൂടുതൽ ടൈം ആയിണ് എന്നുണ്ടെങ്കിൽ എന്താവേണ്ടി വരും? തല തുടങ്ങായിരിക്കും നന്നാവുക. ഇതാണ് വ്യക്തമായിക്കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതൊക്കെ. ഇനി അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റൂട്ട്, അതുപോലെ തന്നെ എങ്ങനെ ഇനി അത് പള്ളിയിൽ വെച്ചിട്ടായാൽ ഇപ്പോൾ അതും ചർച്ചയാണല്ലോ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വലിയ ശുദ്ധിയാണ് ഉണ്ടായതെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണ്ടവർക്ക് ഇതിൻ്റെ പിന്നാലെ ഒന്ന് വന്നാൽ അതിൻ്റെ ഇബാറകളും അതുപോലെ തന്നെ എവിടെയാണ് നെക്കലുകളും ഒക്കെ കിട്ടും. ഏതായാലും മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 1-ാം വാള്യം ഇതിൻ്റെ 869 പേജിലായിട്ടുണ്ടോ, ഇൻ അഹ്ദഥ അസ്നാഅഹു, ബാങ്കിൻ്റെ ഇടയിൽ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ സുന്നലഹു ഇത്മാമുഹുന, അവർക്ക് പൂർത്തീകരിക്കലാണ് സുന്നത്ത്. അവിടെ മുറിച്ച് ഒഴിവാക്കിയിട്ട് അതിൻ്റെ വേറെ കൊടുക്കുക അതല്ല സുന്നത്ത്, നേരെ മറിച്ച് അതാണ് പൂർത്തിയാക്കുക. അങ്ങനെ തന്നെയാണ് സുന്നത്ത് എന്നുള്ളത്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ ഇതൊന്ന് വിശദീകരണത്തോടു കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നല്ല മട്ടത്തിൽ. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയുടെ 1-ാം വാള്യത്തിൻ്റെ 260 പേജിൽ ഉണ്ടോ, ഫഇൻ അഹ്ദഥ വലോ ഹദഥൻ അക്ബറ ഉണ്ടോ, ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ ഫി അദാനിഹി, ബാങ്കിൻ്റെ ഇടയിൽ, അത് വലിയ ശുദ്ധിയാണെങ്കിലും ചെറിയ ശുദ്ധി എന്നല്ല, വലിയ ശുദ്ധിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉസ്തുഹിബ്ബ ഇത്മാമുഹു, ആ ബാങ്ക് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്, അതാണ് സുന്നത്ത്. വലാ യുസന്നു ഖത്ഉഹു, അല്ലാതെ ആ ബാങ്ക് ഇങ്ങോട്ട് മുറിച്ച് കളയാലല്ല സുന്നത്ത്. ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും, മുറിച്ച് കളഞ്ഞിട്ട് വേറെ എടുക്കല്ലേ എന്നൊക്കെ ചിന്തിച്ചു പോകും. അല്ല, അങ്ങനെയല്ല സുന്നത്ത്. മുറിക്കണ്ട, അത് പൂർത്തീകരിക്കുക. എന്തിനു വേണ്ടി, എന്തിനാ മുറിക്കണത്? ലി യതതഹറ, പുതിയ ഒരു വുളുവൊക്കെ എടുത്തു വരാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ജനങ്ങൾക്ക് ഊഹാപോഹമൊക്കെ വരും, അതിൽ തെറ്റിദ്ധാരണ വരും. ലി അല്ല യൂഹിമ തലാഉബ, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നിടയിൽ പെട്ടെന്ന് കുറച്ച് നേരം അങ്ങനെ മിണ്ടാതിക്കുകയും പിന്നെ അതിനെ ബാക്കി കൊടുക്കുക അല്ലെങ്കിൽ തല തുടങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് എന്തേ സംഭവിച്ചെന്ന് മറ്റുള്ളവർക്ക് അറിയോ? അപ്പം ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഇത് കളിക്കുകയാണോ ബാങ്ക് കൊണ്ട് എന്നുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുറിക്കണ്ട, പൂർത്തീകരിച്ചോട്ടെ എന്ന് പറയാൻ കാരണം. എങ്ങാനും അവർ അങ്ങനെ വുളു എടുക്കാൻ വേണ്ടി പോയാലോ, ഫഇൻ തതഹറ വലം യത്തുൽ സമനഹു, അങ്ങനെ വുളു എടുക്കാൻ വേണ്ടി പോയി ബാങ്കിൻ്റെ ഇടയിൽ വെച്ച്, ബാങ്ക് തുടക്കത്തിൽ തന്നെയാണ് വുളു ആയതെങ്കിൽ ഇപ്പം അയാൾ എന്ത് ചെയ്തു, വുളു എടുക്കാൻ വേണ്ടി പോകുക എന്ന് കൂട്ടുക. കൂടുതൽ ടൈം എടുത്തില്ല, പെട്ടെന്ന് എടുക്കലും പെട്ടെന്ന് ഇങ്ങോട്ട് വരലും അങ്ങനെയായി എന്നുണ്ടെങ്കിൽ എന്താ മതി, ബനാല, ഈ പറയുന്ന ബനാല ദാനിഹി, ആ ബാങ്കിൻ്റെ ബാക്കിയുടെ ഭാഗം കൊടുത്താൽ മതി. കൂടുതൽ അതിൻ്റെ സമയമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഇനി വല്ലിസ്തിനാഫു ഔല, ഏറ്റവും നല്ലത് എന്താണ്, തല തുടങ്ങലാണ്. കൂടുതൽ ടൈമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, തൽക്കം തന്നെ കൊടുക്കേണ്ടി വരും. ഇനി കൂടുതൽ എൻ്റെ സമയമൊന്നും ആയിട്ടില്ല എന്നാണെങ്കിലും തലക്കം തന്നെ കൊടുക്കലാണ് നല്ലത്. ഇനി അതല്ല, അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്ന് ഇത് വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിലും പറയുന്നുണ്ട്.
അപ്പം അങ്ങനെയാവുമ്പം ഇത് പള്ളിയിൽ വെച്ചിട്ടായാലോ, ഇത് ചോദ്യത്തിലില്ല, ഇല്ലെങ്കിലും കൂട്ടി ആഡ് ചെയ്യുന്നു മാത്രം. അതായത് ഇപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ അതാണല്ലോ നമുക്ക് കൂടുതൽ അവിടെ ചർച്ച ചെയ്യേണ്ടത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും, പള്ളിയിൽ നിന്ന് ബാങ്ക് വരിക. അപ്പം അങ്ങനെ ജമാഅത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് പള്ളിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ജനാബത്തുണ്ടായാലോ എന്നുള്ള ചർച്ചയും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ വിചാരിച്ചു. മഹാനായ ഇമാം ഇബ്നു ഖാസിമിൽ അബ്ബാദി റഹിമഹുല്ല ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വഹ്ഫ അധികരിച്ചുകൊണ്ട് ആശത്തുൽ അബ്ബാദിയിലൊക്കെ ആ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആകുമ്പം പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. കാരണം ജനാബത്തുകാരൻ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് ആശത്തുൽ അബ്ബാദിയുടെ 2ാം വാള്യം ഇതിൻ്റെ 109-ാമത്തെ പേജിൽ പറയുന്നുണ്ടോ. എൻ്റെ ലൗകാന ഫിൽ മസ്ജിദി, ആ പള്ളിയിൽ നിന്നാണെങ്കിലോ, ആ വലിയ ശുദ്ധിക്കാരനാണെങ്കിലും എന്നൊരു ചർച്ച ഉണ്ടല്ലോ. അപ്പം പിന്നെ പള്ളിയിൽ നിന്നാണെങ്കിലോ ന്യായമായിട്ട് നമുക്ക് മനസ്സിലാണ് എന്താണ് ബാങ്ക് മുറിക്കണമെന്നാണ്. ഇതുവരെ നമ്മൾ ബാങ്ക് മുറിക്കണ്ട എന്നാ പറഞ്ഞത്. അത് പള്ളി അല്ലാത്തടത്ത് വെക്കണം. പള്ളി ആയി കഴിഞ്ഞാൽ വലിയ ശുദ്ധിക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും, മുറിക്കേണ്ടി വരും. കാരണം വലിയ ശുദ്ധിക്കാർ പള്ളിയിൽ താമസിക്കുക നിൽക്കുക എന്നൊക്കെ പറയുമ്പം അത് ബുദ്ധിമുട്ടല്ലേ എന്നൊരു ന്യായം അവിടെ ഇല്ലേ എന്നുള്ളത് ഇബ്നു ഖാസിമിൽ അബ്ബാദി റഹിമഹുല്ല പറയുമ്പം അതൊന്ന് വിശദീകരിച്ചു. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിഹായ വിശദീകരിച്ചിട്ട് മഹാനായ ശബ്ര മല്ലിസി റഹിമഹുല്ല അത് അവിടെ നമ്മക്കൊന്ന് പറയാണ്ട് അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ആശത്തിൻ നിഹായുടെ 1-ാം വാള്യത്തിൻ്റെ 485-ാമത്തെ പേജിൽ. കാരണം അങ്ങനെ ഇപ്പോൾ ബാങ്ക് പള്ളിയിൽ വെച്ചാണ് മുറിക്കുക എന്നൊക്കെ വരുമ്പം ഒരുപാട് എൻ്റെ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും അവിടെ കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് അതുകൊണ്ട് അക്കൂലു നമുക്കൊന്ന് പറയാണ്ട് ശബറമല്ലസി പറയാണ് വയംബഗി അന്ന മഹല്ല വുജൂബിൽ ഖത്ഇ. ഇപ്പൊ നിർബന്ധമായിട്ടും ബാങ്ക് മുറിച്ചോളണം, വലിയ ശുദ്ധിക്കാര് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പം പള്ളിയല്ലേ എന്നുള്ളത് പറയണില്ല. അതിൻ്റെ ആ ഒരു സ്ഥാനം മഹല്ല് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐസുലം യതഅത്ത ലഹു ഫിഅലുഹു ബിലാ മുക്സിൻ ബിഅല്ലം യതഅത്ത സമാഉൽ ജമാഅത്തി ലഹു ഇല്ലാ ഇദാ അക്മലഹു ബിമഹല്ലിഹി മസലാ. പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് പെട്ടെന്ന് പൂർത്തീകരിച്ചു പോകാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, അവിടെ മുറിക്കണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താ, ഇപ്പം അവസാന ഘട്ടത്തിൽ എത്തിയ ബാങ്ക്, ഇപ്പം അവസാന ഇലാഹില്ല അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. നടക്കോ നടന്നാൽ സംഭവിച്ചാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെയാണ്, എല്ലാത്തിനും മറുപടി പറഞ്ഞു പോകും. നമ്മളെ ഉരുട്ട് ബുദ്ധി കൊണ്ട് അങ്ങനെ സംഭവിക്കല്, അങ്ങനെ നടക്കല്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെ രസത്തിന് ഇങ്ങനെ തേടിപ്പോകും. എന്തോ ആവട്ടെ അങ്ങനെ നടന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വേണ്ടേ? ഉത്തരം വിട്ടുമ്പോൾ കുഞ്ഞനം കുത്താൻ അത് ഇമാമിങ്ങൾ ചെയ്യൂലല്ലോ. അപ്പൊ ആയതുകൊണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രതിവിധി, അതാണ് ചർച്ച ചെയ്യണത്. അപ്പൊ പിന്നെ എങ്ങനെ നടക്കരുത്, അതിന് പിന്നാലെ പോകണ്ട, നടന്നാൽ എന്താണ് അങ്ങനെ വെക്ക്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ അവസാന ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വിഷയമാക്കണ്ട, അത് പൂർത്തിയാക്കിയാൽ മതി. ഇനി മാത്രമല്ല ഇവന്റെ ബാങ്ക് ഈ പറയുന്ന ബാങ്ക് ഇവന്റെ കേട്ടിട്ട് ജനങ്ങൾ കേട്ടാലേ ജമാഅത്തിന് വരുള്ളൂ. ഇവിടുന്ന് ബാങ്ക് പൂർത്തിയാക്കാതെ പോവുകയോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാതെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജമാഅത്തിന് ജനങ്ങൾ വരൂല. അതെന്തോ ജനങ്ങളുടെ പതിവ് അങ്ങനെയാണ്. ഒന്നിരിക്കലൂടെ ഇമാം ഇല്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടില്ല, വേറെന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പതിവ് എങ്കിലൊക്കെ അവിടെ പൂർത്തിയാക്കേണ്ടി വരും. വയില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫയജിബു ഖുറൂജുഹു, അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെടുക. അപ്പൊ അവന് അവിടെ നിന്നുകൊണ്ട് പൂർത്തിയാക്കൽ അവിടെ നിർബന്ധമായിട്ട് വരുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഫയജിബു ഖുറൂജുഹു, അവിടുന്ന് അങ്ങോട്ട് പുറപ്പെടുക പള്ളിയിൽ നിന്ന്, മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന്. വയുക്മിലുൽ അദാന ഫീ മുറൂരിഹി ഔ ബിബാബിൽ മസ്ജിദ് ഇൻ അറാദ ഇക്മാലുഹു, പൂർത്തിയാക്കണമെന്ന് അയാൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നടന്നാണ്ട് അങ്ങനെ കൊടുക്കുക, ബാക്കി പൂർത്തിയാക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പള്ളിയുടെ വാതിൽക്കൽ പോയിട്ട് ഈ പറയുന്ന പൂർത്തീകരിക്കുക. ഈ രൂപത്തിലൊക്കെയാണ് അതിൻ്റെ ഇത്. എന്നാൽ പിന്നെ പള്ളിയിൽ നിന്നു എന്ന് വരില്ലല്ലോ.
എന്നാണ് നമുക്ക് അവിടെ പറയാനുള്ളത് എന്നുള്ളത് ഇബ്നു ഖാസിമിൽ അബ്ബാദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പം അതിന് മറുപടി ആയിക്കൊണ്ട് നമുക്ക് അങ്ങനെ പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഷബറ മജ്ലിസി റഹിമഹുല്ല ആശത്തിൻ നിഹായിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റുപിടിച്ചിട്ട് ഇത് തന്നെയാണ് നമുക്കൊരു ന്യായമായി തോന്നുന്നത്. അല്ലാതെ പള്ളിയിൽ നിന്ന് ഒരിക്കലും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറത്തു പോകണം എന്ന് പറയുമ്പം അത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരുവിധം പറ്റുമെങ്കിൽ അവിടെ നിന്ന് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ, കാരണം നേരത്തെ പറയും പോലെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റില്ല, അവിടെ നിന്ന് പൂർത്തിയാക്കേണ്ടി വരും. അല്ല എന്നതിന് ജനങ്ങൾ അത് കേട്ടിട്ട് അതിന് വരുള്ളൂ എന്നതിന് അപ്പോഴും പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനൊന്നും ഇല്ലെങ്കിൽ പുറത്തേക്കാണ് പോയിക്കോട്ടെ എന്ന് വെക്കല്ലേക്കാർ നന്നാവത് എന്ന് പറഞ്ഞ ഷബറ മജ്ലിസി പറഞ്ഞതിന് അതൊരു ന്യായമായ വർത്താനാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൻഹജുൽ ഖവീം വിശദീകരിച്ചു കൊടുത്ത് മഹാനായ ഇമാം തിർമിസി റളിയല്ലാഹു അൻഹു മൗഹിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആശത്തു തിർമിസിയിലും അത് പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഷബറ മജ്ലിസിയുടെ ഇബാറത്ത് കൊടുത്തിട്ട് ഇതിന് 2-ാം വാള്യം 498-ാമത്തെ പേജിൽ വഹുവ വജീഹുൻ ഉണ്ടോ, ഇതൊരു ന്യായമായൊരു വർത്താനാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ബാങ്ക് വിളിക്കുന്നവർക്ക് എൻ്റെ ഇടയിൽ എൻ്റെ വുളു പോയി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുകയാണ് സുന്നത്ത്. മുറുക്കൊന്നും വേണ്ട. വലിയ ശുദ്ധിയാകട്ടെ ചെറിയ ശുദ്ധിയാകട്ടെ എങ്ങനെയാണെങ്കിലും ഇനി വലിയ ശുദ്ധി ആവുകയും ചെയ്തു അത് പള്ളിയിലും വെച്ചു ആകുമ്പം പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയും വരും എന്നർത്ഥം കേട്ടോ. എല്ലാ ഭാഗവും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ടച്ച് ചെയ്ത് അതിൻ്റെ തീർക്കേണ്ട ഭാഗങ്ങളൊക്കെ തീർത്ത് അതിൻ്റെ വളരെ ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തുന്നിടത്തും നമ്മളത് മനസ്സിലാക്കുന്നിടത്തുമാണ് നമ്മളെ മിടുക്കും നമ്മളുടെ കഴിവൊക്കെ അവർ പറയേണ്ടതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പഠിക്കാനും പഠിച്ചതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാനും ഒക്കെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ.